മലയാള സിനിമയെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന ചില സംഭവ വികാസങ്ങൾ അത് ഏറെ ചർച്ച ചെയ്യപ്പെട്ട സംഭവ വികാസങ്ങളാണ്. നമുക്കെല്ലാവർക്കും അറിയാം. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മാധ്യമം ആഴ്ചപ്പതിപ്പിൽ ഒരു ലേഖനം വായിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. ഒരു 6-7 വർഷങ്ങൾക്ക് മുൻപാണ്. അന്ന് മാധ്യമം ആഴ്ചപ്പതിപ്പ് കൊണ്ടുവന്ന വാർത്ത അല്ലെങ്കിൽ ആ ലേഖനത്തിൽ അവർ പറഞ്ഞത് കേരളത്തിലെ സാംസ്കാരിക രംഗം സംഘപരിവാർ കീഴടക്കിയിരിക്കുന്നു എന്നാണ്. കേരളത്തിലെ സാംസ്കാരിക രംഗം സംഘപരിവാർ കീഴടക്കിയിരിക്കുന്നു എന്ന് അവർ പറയുന്നതിൻ്റെ കാരണമായിട്ട് ചൂണ്ടിക്കാണിച്ചത് സാംസ്കാരിക മേഖലയിൽ വലിയ തോതിലുള്ള മേധാവിത്വം സംഘപരിവാർ പുലർത്തുന്നു. അത് സിനിമ, നാടകം, സാഹിത്യം, എന്തിന് അവർ മലയാള കലണ്ടർ, നമ്മുടെ മാതൃഭൂമി, മനോരമ തുടങ്ങിയിട്ടുള്ള കലണ്ടറുകൾ എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് അവർ പറഞ്ഞത് ഈ ഓരോ ദിവസവും ഹിന്ദുത്വ സാംസ്കാരിക സംഭവങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു കലണ്ടർ. അപ്പോൾ ഒരു വർഷം മുഴുവൻ പരിശോധിക്കുമ്പോൾ ഹിന്ദു സാംസ്കാരിക സംഭവങ്ങൾ മാത്രം ഉള്ള ഒരു വർഷമായിട്ട് അതിനെ അടയാളപ്പെടുത്തുന്നു. ഒരു സാംസ്കാരിക മേധാവിത്വം, ഹൈന്ദവ സാംസ്കാരിക മേധാവിത്വം കൊണ്ട് കേരളത്തെ അവർ പിടിച്ചടക്കിയിരിക്കുകയാണ് എന്ന ഒരു ആരോപണം അവർ ഉയർത്തുമ്പോൾ അവർ അതോടൊപ്പം മുഖ്യമായും ചൂണ്ടിക്കാണിച്ച ഒരു വസ്തുത കേരളത്തിലെ സിനിമാ മേഖലയിൽ ഹൈന്ദവതയ്ക്ക് ഉള്ള ഒരു സ്വാധീനവും അത് ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു സവർണ മേധാവിത്വത്തിൻ്റെ പരിപ്രേക്ഷ്യവുമാണ്. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ആ കാലഘട്ടത്തിലാണ് ദേവാസുരം സിനിമ, അതേപോലെ തുടർന്ന് ഒരുപാട് ഇപ്പോൾ ധ്രുവം പോലുള്ള സിനിമകൾ, ഇങ്ങനെ ഒരുപാട് സിനിമകൾ വരെയുണ്ടായി. ആ സിനിമകളിലൊക്കെ കഥാപാത്രങ്ങൾ, ഇപ്പോൾ ദേവാസുരം നീലകണ്ഠൻ, മംഗലശ്ശേരി നീലകണ്ഠൻ, പിന്നീട് ധ്രുവത്തിലാണെങ്കിൽ നരസിംഹ മന്നാടിയാർ, ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ. പിന്നീട് നമ്മൾ കണ്ടിട്ടുണ്ട് ഇന്ദുചൂടൻ, അതേപോലെ ഉള്ള കഥാപാത്രം ജഗന്നാഥൻ. ഇങ്ങനെയുള്ള ഒരു ഹൈന്ദവ വീരതയുടെ അല്ലെങ്കിൽ പൗരുഷത്തിൻ്റെ ചില പ്രതിബിംബങ്ങളെ കേരളത്തിൻ്റെ സാമൂഹ്യ മണ്ഡലത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് സാംസ്കാരിക രംഗത്ത് ഹൈന്ദവതയ്ക്ക് വലിയ തോതിലുള്ള മുന്നേറ്റം ഉണ്ടാക്കി കൊടുക്കുന്നതിൽ ഈ സിനിമകൾ വഹിക്കുന്ന പങ്കിനെ കുറിച്ചൊക്കെ ആശങ്കപ്പെട്ടുകൊണ്ട് മാധ്യമം എഴുതുകയുണ്ടായി. ഇതിനൊരു പരിഹാരം കണ്ടെത്തേണ്ടതുണ്ട് എന്ന് അവർ പറയുകയുണ്ടായി. ആ പരിഹാരമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ യഥാർത്ഥത്തിൽ പിന്നീട് കേരളത്തിൽ സിനിമാ രംഗത്തുണ്ടായ ഒരു ഷിഫ്റ്റ് എന്ന് വേണം കണക്കാക്കാൻ. അതിനവർ വൈദേശികമായിട്ടുള്ള പണം ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട്. വിദേശത്ത് നിന്ന് ഒരുപാട് ഫണ്ട് അതിലേക്ക് ഒഴുകിയിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ചർച്ചയിൽ പിന്നീട് നമുക്ക് ഉയർന്നു വരാം. നമുക്കറിയാം, കഴിഞ്ഞ വർഷമാണ് 25 കോടി രൂപ ഒരു നിർമ്മാതാവ് പിഴ അടച്ചത്. വിദേശ ഫണ്ട് സ്വീകരിച്ച് ആ പണം കണക്കിൽപ്പെടുത്താതെ അന്വേഷണത്തിൽ ED 25 കോടി രൂപ അദ്ദേഹത്തെ കൊണ്ട് പിഴ അടയിപ്പിച്ച വാർത്തയും നമ്മൾ വായിക്കുകയുണ്ടായി. അപ്പൊ അങ്ങനെ വിദേശ ഫണ്ടിന്റെ സഹായത്തോടു കൂടി കേരളത്തിലെ ഹൈന്ദവ സാംസ്കാരിക മാനബിന്ദുക്കളെ മുഴുവൻ അപമാനിക്കുകയും അതിനെ നശിപ്പിക്കുകയും ചെയ്യുന്ന ഗൂഢ ഉദ്ദേശം മുന്നിൽ വെച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിക തീവ്രവാദികളുടെ അജണ്ട നടപ്പാക്കുന്നതിന് വേണ്ടി ഒരു കൂട്ടം സംവിധായകര് നമ്മുടെ കേരളത്തിൽ രൂപപ്പെട്ടു. ഞാൻ അവരുടെ പേരൊന്നും പറയുന്നില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. അവരെ മട്ടാഞ്ചേരി മാഫിയ എന്നോ കൊച്ചി മാഫിയ എന്നോ ഒക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ അവരറിയപ്പെടുന്നത്. അത്തരം ആളുകൾ ചില സിനിമകൾ രംഗത്ത് കൊണ്ടുവന്നു. ആ സിനിമകളിൽ പെട്ടതാണ് ഇപ്പോൾ ഉണ്ടയായാലും പുഴുവായാലും ഒക്കെ അത്തരം മാഫിയകൾ രൂപപ്പെടുത്തിയ സിനിമയാണ്. ആ സിനിമകൾക്ക് ഒരു ഉദ്ദേശമുണ്ടായിരുന്നു, ആ സിനിമകൾക്ക് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. ആ ലക്ഷ്യം കേരളത്തില് ഈ പറഞ്ഞ പോലുള്ള ഒരു സാംസ്കാരിക ഒരു മാനബിന്ദുക്കൾ ആയിട്ട് ഉയർത്തിപ്പിടിച്ചതിനെയൊക്കെ ഇല്ലാതാക്കി ഒരു ഹൈന്ദവ മേധാവിത്വം ഈ മേഖലയിൽ നിന്നൊക്കെ ഇല്ലാതാക്കുക എന്ന അവരുടെ ഒരു വ്യാഖ്യാനമാണ് ഇതൊക്കെ. അപ്പോൾ അതില്ലാതാക്കാൻ വേണ്ടിയുള്ള ഒരു ആസൂത്രിതമായ ശ്രമം, അതിൻ്റെ നടപ്പാക്കലാണ് യഥാർത്ഥത്തിൽ ഈ സിനിമകളൊക്കെ.